ഹലോ എവരിവൺ, ഞാൻ സുനീത് ഹബീബ്. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ കഴിഞ്ഞ ദിവസം ക്യാമറ എങ്ങനെ കെയർ ചെയ്യണം എന്നതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ 2-3 ഫ്രണ്ട്സ് മെസ്സേജ് അയച്ചായിരുന്നു, അവരുടെ സെൻസറിൽ ഡസ്റ്റ് ഉണ്ട്, അതെങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന്. സെൻസർ ക്ലീൻ ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. എന്നാൽ ഞാൻ ഉപയോഗിക്കുന്നതും അധികം റിസ്ക് ഇല്ലാത്ത ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഒരു കാരണവശാലും ക്യാമറയുടെ സെൻസറിലോ അതുപോലെ തന്നെ മിററിലോ എന്തെങ്കിലും വെച്ച് തുടക്കുകയോ തൊടുവാനോ പാടില്ല. കാരണം ഇത് രണ്ടും വളരെ സെൻസിറ്റീവ് ആയത് കാരണം ഡാമേജ് പറ്റും. ഡാമേജ് പറ്റിയാൽ അത് റിപ്പയറിംഗ് കോസ്റ്റ് വളരെ വലുതാണ്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ ക്യാമറയുടെ സെൻസറിൽ ഡസ്റ്റ് ഉണ്ടോയെന്ന് അറിയാൻ നമ്മളൊരു വെള്ള പേപ്പറിലോ അതുപോലെ തന്നെ ഒരു ക്ലിയർ ആകാശത്തിൻ്റെ ഫോട്ടോയോ ഒരു ലാർജ് അപ്പേച്ചർ, അതായത് F22 ഇട്ടെടുത്താൽ നമുക്ക് ഫോട്ടോയിൽ ചെറിയ ഡോട്ട്സ് പോലെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻസറിൽ ഡസ്റ്റ് ഉണ്ടെന്നാണ്. ഇങ്ങനെ ഡസ്റ്റ് ഇല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ക്ലീൻ ചെയ്യാൻ പാടില്ല. കാരണം സെൻസർ ക്ലീനിങ് എന്നുള്ളത് അത്രയും റിസ്ക് ആണ്. അപ്പോൾ നമുക്ക് സെൻസർ ക്ലീനിങ്ങിലേക്ക് കിടക്കാം. നമ്മുടെ ക്യാമറയിൽ ക്ലീൻ ഇമേജ് സെൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഉപയോഗിക്കാൻ നേരത്ത് നമ്മുടെ ക്യാമറ സെൻസർ ചെറിയ രീതിയിൽ വൈബ്രേറ്റ് ചെയ്ത് നമ്മുടെ സെൻസറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടികളൊക്കെ കളയും. ഞാനിപ്പോൾ നിക്കോണിൻ്റെ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സോണിയുടെ ക്യാമറയിലും അതുപോലെ തന്നെ കാനോണിൻ്റെ ക്യാമറയിലും സെറ്റിങ്സിൽ പോയാൽ ക്ലീൻ ഇമേജ് സെൻസർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ നിക്കോൺ ക്യാമറയിൽ സെറ്റിങ്സിൽ സ്ക്രോൾ അപ്പ് ചെയ്ത് പോകാൻ നേരത്ത് നിങ്ങൾക്ക് കാണാം ക്ലീൻ ഇമേജ് സെൻസർ. നമ്മൾ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് ക്ലീനിങ് ഇമേജ് സെൻസർ എന്ന് പറഞ്ഞ് ചെയ്യുന്നത് കാണാം. ഇപ്പം നമ്മുടെ ഇമേജ് സെൻസർ ക്ലീൻ ചെയ്യുകയാണ്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ക്ലീൻ അറ്റ് സ്റ്റാർട്ടപ്പ് ഓർ ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞുണ്ട്. നമ്മൾ ക്യാമറ ഓൺ ആക്കാൻ നേരത്തും ഓഫ് ആക്കാൻ നേരത്തും ഈ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. നമ്മളത് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ലോക്കപ്പ് മിറർ ഫോർ ക്ലീനിങ് എന്ന് പറഞ്ഞ് കാണാം. ഇത് നമ്മൾ മാനുവലായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ സെൻസറിൻ്റെ ഫ്രണ്ടിലുള്ള മിറർ അപ്പ് ചെയ്യൂ. ഇപ്പം അതിലെഴുതി കാണിച്ചു, നമ്മൾ ഷട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മിറർ അപ്പ് ചെയ്യുന്നു. നമ്മൾ ലെൻസ് മാറ്റി എന്നിട്ട് ഷട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഷട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം സെൻസറിൻ്റെ ഫ്രണ്ടിലുള്ള മിറർ അപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാമറ ഓഫ് ചെയ്താൽ അത് തിരിച്ചു വരും. ഇനി നമ്മൾ സെൻസർ ക്ലീനിങ് കിറ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും 30 രൂപയ്ക്ക് ലഭിക്കുന്ന സെൻസർ ക്ലീനിങ് കിറ്റിലുള്ള എയർ ബ്ലോവർ ഉപയോഗിച്ച് ക്യാമറ താഴത്തേക്ക് പിടിച്ചിട്ട് ബ്ലോ കൊടുക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ തന്നെ എയർ ബ്ലോ ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ വേണ്ടിയാണ് ജസ്റ്റ് ചരിച്ച് പിടിക്കുന്നത്. കാരണം നമ്മളിങ്ങനെ ബ്ലോ ചെയ്യാൻ നേരത്ത് സെൻസറിലുള്ള പൊടി നമ്മുടെ ലെൻസ് മൗണ്ടിലൂടെ പുറത്തേക്ക് വരണമെങ്കിൽ നമ്മൾ താഴത്തേക്ക് പിടിച്ചിട്ട് ചെയ്താലേ പുറത്തേക്ക് വരുള്ളൂ. അല്ലാത്ത പക്ഷം ആ ഡസ്റ്റൊക്കെ നമ്മുടെ ക്യാമറയുടെ അകത്ത് തന്നെ തങ്ങിക്കിടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, താഴത്തേക്ക് പിടിച്ചിട്ട് എയർ ബ്ലോ ചെയ്യുക. പിന്നെ ഒരു കാരണം വെച്ചാലും നമ്മൾ ഈ എയർ ബ്ലോ ചെയ്യുന്ന സാധനം നമ്മുടെ സെൻസറിൽ കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് ലെൻസ് പഴയതുപോലെ ഇടുക, അല്ലെങ്കിൽ ക്യാമറയുടെ ക്യാപ്പ് ഇട്ടിട്ട് ക്യാമറ ജസ്റ്റ് ഓഫ് ചെയ്താൽ ക്യാമറ പഴയ രൂപത്തിലേക്ക് വരുന്നതായിരിക്കും. എന്ന് വെച്ചാൽ മിറർ ഡൗൺ ആകുന്നതായിരിക്കും. ഇതിനുശേഷം നമ്മൾ ഒന്നുകൂടി ക്യാമറയുടെ സെറ്റിങ്സിൽ പോയിട്ട് മെനുവിൽ പോയി ക്ലീൻ ഇമേജ് സെൻസർ എന്ന് ആദ്യം യൂസ് ചെയ്ത ആ ഓപ്ഷൻ ഉപയോഗിച്ച് ഒന്നുകൂടി ക്ലീൻ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് ക്യാമറയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഡസ്റ്റ് കളയാൻ സാധിക്കുന്നതാണ്. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്യാമറയുടെ സെൻസറിലുള്ള ചെറിയ പൊടികളൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ബേസിക് മെത്തേഡ് മാത്രമാണിത്. മറിച്ച് നമ്മുടെ ക്യാമറയുടെ സെൻസറിൽ ഫംഗസ് ഉണ്ടെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്താൽ അത് പോകില്ല. അതിന് ലെൻസ് ക്ലീനിങ് സ്വാബ് എന്ന് പറഞ്ഞ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ഒരു മെത്തേഡുണ്ട്. പക്ഷേ നിങ്ങളതൊരിക്കലും ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം അത് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർ ചെയ്യാത്ത പക്ഷം നമ്മുടെ സെൻസറിൽ ഡാമേജ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലീനിങ് ബേസിക് മെത്തേഡ് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയ ടിപ്സിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.